ഇവിടെ നിരവധി ആളുകൾ കുടുംബമായി തന്നെ ഈ വി എസിന്റെ ചിത കത്തിയ ഈ സ്ഥലത്തെ വലിയ ചുടുകാട്ടിലേക്ക് എത്തുന്നുണ്ട്. എവിടുന്നാണ് ഇട വരുന്നത്? പറവൂരിന്ന്. ഇതിനുവേണ്ടി വന്നതാണോ? ഇത് ഇന്നലെ ഉണ്ടായിരുന്നു ഇവിടെ. മക്കളുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇന്നലെ കണ്ടിട്ടും മതിയായില്ല അല്ലെ? ഇന്നലെ വി എസ് കാണാൻ പറ്റിയിരുന്നു. മക്കളെ കാണിച്ചു. അപ്പൊ ഇങ്ങോട്ട് ഇന്നലെ പിള്ളേർ രണ്ടുപേരും കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പൊ കാരണം ജനത്തിരക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് പിള്ളേരെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഇന്നിപ്പോ അവരുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. മോളുടെ പേരെന്താ? കാർത്തിക. വി എസ് അപ്പൂപ്പനെ അറിയാം അല്ലേ? എന്താന്ന് ചോദിച്ചാ ആരാടാന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചതാണ്. പിന്നെ നമ്മുടെ ബൂത്തിലാണ്. ഞാൻ പുള്ളിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കണ്ണേകറിലെ വി എസ്. എന്താടാന്ന് ചോദിച്ചാൽ ആരാടാ തിരിച്ചു ചോദിക്കാൻ പഠിപ്പിച്ചു. അതന്നെ വി എസ് ചെയ്തല്ലേ? അതെ. കണ്ണേകറിലെ വിളിച്ചോ? ഇന്നലെ നേരിട്ട് കണ്ടോ? വിളിച്ചോ? വിളിക്കാൻ പറ്റിയില്ല. പിന്നെ അതിന്റെ രസമുണ്ട്. കണ്ണേകറിലെ വി എസ് നമ്മുടെ നെഞ്ചില് റോസാപ്പൂവേ. അതുതന്നെയാണ് വി എസ്. പലരുടെയും കണ്ണും കരളുമാണ്, നെഞ്ചിലെ റോസാപ്പൂവാണ്. ആ വി എസിനെ കാണാനാണ് ഈ കുട്ടികളടക്കം. നമുക്കറിയാം ആ കുട്ടിക്ക് ഒരുപക്ഷെ 10 വയസ്സോ അതിൽ താഴെയോ ഒക്കെ പ്രായം കാണുള്ളായിരിക്കും. വി എസിന്റെ സജീവ രാഷ്ട്രീയ കാലത്ത് ഇടപെടലൊന്നും ഒരുപക്ഷെ ആ കുട്ടി നേരിട്ട് കണ്ടിരിക്കില്ല. എങ്കിൽ പോലും ആ വി എസിനെ ഇപ്പോഴും കണ്ണും കരളും എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ആരാടാ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് തിരിച്ചു ചോദിക്കാൻ കേരളത്തെ പഠിപ്പിച്ച, പ്രത്യേകിച്ച് ഈ ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളെ, പാവപ്പെട്ട കൃഷിക്കാരെ പ്രാപ്തനാക്കിയ നേതാവാണ് വി എസ്. അതുതന്നെയാണ് വി എസിന്റെ പ്രസക്തി. ആ പ്രസക്തി മനസ്സിലാക്കുന്ന ആൾക്കൂട്ടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കൊച്ചുകുട്ടികൾ, പ്രായമായവരെല്ലാം വി എസിനെ ഇനിയും ഇവിടേക്ക് എത്തി. വി എസിന്റെ ഈ കത്തിത്തീരാത്ത നേതാവാണ് വി എസ്. അത്ര പെട്ടെന്നും ഒരിക്കലും കേരളത്തിന് വിട്ടുപോകുന്ന നേതാവല്ല വി എസ്. ആ വി എസിനെ കാണാൻ ഇപ്പോഴും ഒരുപിടി പുഷ്പങ്ങളുമായി ആളുകൾ ഇവിടേക്ക് എത്തുകയാണ്. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്, കണ്ണേകരളെ വിളിക്കുകയാണ് വി എസിന് വേണ്ടി ഈ കേരളം.